ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇത് ചുണ്ടക്കായ്. ഇത് വയനാട്ടിലെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇത് പുഴുങ്ങി ഇതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും. വടുക എന്ന് പറയും. ഇതിൽ വെളുത്തുള്ളി ചേർക്കണം, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം ഇത്രയും ചേർത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ ഒരു സേറ് ചുണ്ടക്കായ്ക്ക് കാസേറ് അരി എന്നോണം വറുത്ത് പൊടിച്ചത് അതും ഇടണം. അങ്ങനെ അതിനെ ഉരുട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് അത് വറുത്ത് ചോറിന് കൂട്ടുമ്പോൾ നല്ലതാണ്. മീനൊന്നും ഇല്ലെങ്കിലും ചോറ് തിന്നാൻ സൂപ്പറാവും. മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് കാട്ടിൽ പോയി പറിച്ചുകൊണ്ടുവന്ന മേലെ തോട്ടത്തിൽ പോയി കാടുകളിലുണ്ടാവും. ഇത് കാട്ടിൽ നിന്ന് പറിച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ പറിച്ച് കൊണ്ടുവന്ന ചുണ്ടക്കായ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ പുഴുങ്ങിയ ചുണ്ടക്കായ്, പുഴുങ്ങലരി വറുത്ത് ഇനി അത് പൊടിക്കണം. പച്ചമുളക്, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, അതിനാവശ്യമുള്ള വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇനി അരച്ച് സെറ്റാക്കണം. മിക്സിയിലടിച്ച് റെഡിയാക്കി വെക്കും. അരി പൊടിച്ച് പുട്ട് പരുവത്തിൽ പൊടിക്കും. അപ്പോഴാണ് വടുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. ഇതെല്ലാം 1 2 3 4 5 6 സാധനങ്ങൾ അരച്ചെടുത്ത് ഉപ്പും ചേർത്ത് അരച്ചതിന് ശേഷം പിന്നെ ഈ പൊടി കുറേശ്ശെ ഇട്ടിട്ട് ടൈറ്റാക്കി എടുക്കുക. 1 കിലോ ചുണ്ടക്കായ്ക്ക് 250 ഗ്രാം അരിയാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 കിലോ ചുണ്ടക്കായ ഉണ്ട്. ഞാനിതിന് 1/2 കിലോ അരി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയിൽ പൊടിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ അളവ് 250 പച്ചമുളകുണ്ട്. 2 കിലോ ചുണ്ടക്കായ്ക്ക് 250 പച്ചമുളക് ഞാൻ ഇടുന്നുള്ളൂ. നല്ല എരിവാണ്, അധികം എരിവ് ഇവിടെ പറ്റൂല. കുരുമുളക് ഒരു ഇച്ചിരി ഉള്ളൂ, അതിന് ഒരു അളവൊന്നുമില്ല. ഞാൻ എൻ്റെ കൈക്കണക്കിന് കുറച്ചെടുത്തതാണ്. അതേപോലെ ജീരകം എൻ്റെ കൈക്കണക്കിന് എടുത്തതാണ്. വെളുത്തുള്ളി 200 ഗ്രാം ഉണ്ട്, അത് മതി. പിന്നെ കറിവേപ്പില, അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനം. അത് പിന്നെ ഗ്രാമിൻ്റെ കണക്കൊന്നുമില്ല, അത് ആവശ്യത്തിനിടുക. ഉപ്പ് ഇനി അരച്ച് സെറ്റാക്കിയിട്ട് പിന്നെ വടുക വെക്കുന്നതാണ്.